ഡോക്ടർ പ്രേംകുമാർ, ഡിവൈഎഫ്ഐയും BJPയും ഇത് തടയും എന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പൊതു പ്രസ്താവന നടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് ആരും അറിയാതെ സാധാരണ നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നത്, പക്ഷേ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല, MLA മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇത് സാധാരണ നിലയിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അതൊരു സത്യം മാത്രം. ഇതിനെ വലിയ തോതിൽ ഒരു പബ്ലിക് ഗ്ലെയറിലേക്ക് കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ ഈ പ്രതിഷേധക്കാർ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ സംഘടനാ ബേസിക് മെമ്പർഷിപ്പിൽ നിന്നും പുറത്താക്കിയെന്നാണ് VD സതീശൻ ആവർത്തിച്ച് പറയുന്നത്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ബോധ്യമുള്ള കേരളത്തിലെ സീനിയറായ എല്ലാ കോൺഗ്രസ് നേതാക്കളുമായി ആലോചിച്ച് ഞങ്ങൾ സുചിന്തിതമായി എടുത്ത തീരുമാനമാണ്. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് പലതവണ നമ്മളോട് വന്ന് പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞ് എന്തിനാ വായിൽ വെള്ളം പറ്റിക്കാൻ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാണോ അല്ലയോ? കാരണം DYFIക്കാർ തടയുന്ന സമയത്ത് രാഹുലിനെ എടുത്തു ഉയർത്തുന്നത് കോൺഗ്രസിന്റെ ആളുകളാണ്. അങ്ങോട്ട് മാറി 100-105 സീറ്റുകൾ കൂടുതലൊക്കെ LDFന് കിട്ടുക എന്നുള്ളത് LDFന് ദോഷമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. വല്ലാത്തൊരു മെജോറിറ്റി. പക്ഷെ കോൺഗ്രസ്സുകാർ കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് പത്രക്കാരോട്, മീഡിയയോട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, കോഴിക്കോട് SP രാഷ്ട്രീയം കളിച്ചാൽ അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുന്നു. അപ്പുറത്തിപ്പുറത്ത് കോൺഗ്രസിന്റെ സീനിയർ ലീഡേഴ്സ് നിൽക്കുന്നുണ്ട്, KC അബു ഒക്കെ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായി നേരിടും എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. അതിനൊന്നും ഇല്ലേ? അപ്പൊ വളരെ ലളിതമായ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആള് പാലക്കാട് MLA ആയിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആൾ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാവാണോ അല്ലയോ എന്നുള്ളതാണ്. അതാ നിന്റെ വിഷമം. കോൺഗ്രസിന്റെ AICC നേതൃത്വത്തിന്റെ അറിവോട് കൂടി എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ, അത് ശരിയോ തെറ്റോ എന്നൊക്കെയുള്ളത് അവരാലോചിക്കട്ടെ. ആ ഡിസിഷൻ പ്രാബല്യത്തിൽ വരുത്താനുള്ള ഉത്തരവാദിത്വമോ ശേഷിയോ കേരളത്തിലെ കോൺഗ്രസിനോ AICC നേതൃത്വത്തിനോ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ്. കേക്കച്ചൻ എന്ന് പറഞ്ഞിട്ടാണ് VD സതീശനെതിരെ നിരന്തരം തെറിവിളികൾ നടന്നത് സോഷ്യൽ മീഡിയയിലൂടെ. അതില് എന്താ പറയാ, എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. ഇവരുടെ സോഷ്യൽ മീഡിയ വിങ്ങിന് റോൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വൈസ് പ്രസിഡന്റോ വർക്കിംഗ് പ്രസിഡന്റോ VT ബൽറാമിനെ കമ്മീഷനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് KC വേണുഗോപാലിനെ തെറി പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയെ തെറി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം കോൺഗ്രസ് സീരിയസ്ലി ടേക്കപ്പ് ചെയ്യുന്നത്, ഞാൻ കോൺഗ്രസ് കുടുംബാംഗമാണ്, VD സതീശൻ എനിക്ക് പിതൃതുല്യനാണെന്ന് പറഞ്ഞ റിനിയുടെ എന്താ പറയാ പ്രസ്താവനയോടെയാണ്. ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുള്ള ആളുകൾ, അതുപോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് എന്റെ മക്കൾ KSUലോ യൂത്ത് കോൺഗ്രസിലോ പ്രവർത്തിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയാവുന്നു എന്ന് പറഞ്ഞത് KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയാണ്. അവർ പൊതുപ്രവർത്തന രംഗത്തിൽ നിന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവർക്കൊക്കെ വളരെ വൈകാരികമായ അറ്റാച്ച്മെന്റ് ഉള്ള ഉമാ തോമസിനെ പോലുള്ള ഒരാളാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരാൻ പാടില്ല എന്നോ വന്ന സമയത്ത് നമ്മൾ കണ്ടതാ. ഇടതുപക്ഷ ബെഞ്ചിൽ നിന്ന് ആരും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. പക്ഷേ കേരളത്തിലെ പാർട്ടിയെ മൊത്തം AICCയെയും KPCCയെയും VD സതീശനെയും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനത്തിന് മുകളിൽ പറക്കാൻ മാത്രമുള്ള എന്ത് സംഗതിയാണ് ഈ മനുഷ്യന്റെ കയ്യിലുള്ളത്, എന്ത് ഇൻഫർമേഷൻ ആണ് ഈ ചങ്ങാതിയുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളത് ആളുകൾ മുഴുവൻ സംശയത്തിലാക്കുന്ന കാര്യമാണ്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ആ പോയിന്റിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ് മൊത്തത്തിൽ ഡിഫെൻസീവിലാണ്, ലജ്ജാകരമായ ഡിഫെൻസീവിലാണ്. ശ്രീ രാജു P. നായർ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഇന്ന് രാഹുലിന്റെ പൊതുപരിപാടിയിൽ പാലക്കാട് MLAയെ തോളിലേറ്റി ആഹ്ലാദ നൃത്തം ചവിട്ടുന്നതും കോൺഗ്രസുകാരും UDF പ്രവർത്തകരുമാണ്. ഈ നടപടി എന്നുള്ളത് സാങ്കേതികമായ കടലാസിലുള്ള കാര്യം മാത്രമാണോ? പിന്നെ തുടങ്ങിയേക്കാം. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ MLA ആണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. പാർട്ടിയിൽ സസ്പെൻഡ് അദ്ദേഹം അവിടുത്തെ MLA ആണ്. അദ്ദേഹത്തിന് അവിടുത്തെ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടല്ലോ. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത് കോൺഗ്രസിന്റെ സംരക്ഷണമില്ല, പാർലമെന്ററി പാർട്ടിയുടെ സംരക്ഷണമില്ല, പ്രത്യേക ബ്ലോക്കായിട്ടിരുത്തി. ഈ നാടകം കളിക്കുന്നതിന് പകരം CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യേണ്ടത്, അയാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം. അത് പറ്റാത്ത ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ കൊണ്ടുപോയിട്ട് കാണിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. PK ശശിയെ
ഈ പരാതി ഉണ്ടായിട്ട് പാർട്ടിക്കകത്ത് പരാതി ഉണ്ടായിട്ട് ഈ സർക്കാർ പോലീസിലേക്ക് ആ പരാതി പോലും കൊടുക്കാതെ അവസാനം സസ്പെൻഡ് ചെയ്ത് നിർത്തി. പി കെ ശശിക്ക് അയിത്തം പ്രഖ്യാപിച്ചിരുന്നു അവിടെ. അല്ല അത് പിന്നെ ഞാൻ MLA എന്നുള്ള നിലക്കുള്ള അയാളുടെ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം പ്രവർത്തിച്ചില്ലേ? അവിടെ ആരെങ്കിലും അയിത്തം പ്രഖ്യാപിച്ചോ? ഇപ്പൊ പ്രേംകുമാർ ഇവിടുന്ന് പറയുന്നുണ്ടല്ലോ. പ്രേംകുമാർ ഒരുപക്ഷെ ഈ ഇരട്ടമുഖമുള്ളതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ പ്രേംകുമാർ ഒന്ന് പറയണം, പി കെ ശശിക്കും ഈ കാസർഗോഡ് ഉണ്ടായിരുന്ന CKP പത്മനാഭന്റെ മകൾ ആരോപണം ഉന്നയിച്ച പി ശശി ഇന്ന് അവിടെ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾ അയാൾക്ക് അയിത്തം കൽപ്പിച്ചിട്ടുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നമ്മള് വെറുതെ ഈ പൊറാട്ട് നാടകം കണ്ടതും നമ്മൾ നമ്മുടെ കൃത്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് മാറരുത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കേരളത്തിൽ അമ്പലക്കൊള്ളയും മകന്റെ പേരുള്ള EDയുടെ സമൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ വേണ്ടി പോലീസിനകത്ത് ഗൂഢാലോചന നടത്തി ഒരു MP ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി CPM നടത്തുന്ന പൊറാട്ട് നാടകങ്ങളാണ് ഇത് മുഴുവൻ. 100% ഞാൻ യോജിക്കുന്നു. നോക്ക്, ഉദാഹരണം വേറൊന്നും വേണ്ട. നമ്മൾ ഇന്ന് മാതൃഭൂമിയിൽ എന്നെ വിളിച്ച ചർച്ച ചെയ്താ, എന്നെ മാതൃഭൂമിയിൽ നിന്ന് വിളിച്ച ചർച്ച പിണറായി വിജയന്റെ മകനെതിരെയുള്ള ED അന്വേഷണത്തിൽ ED സമൻസിന്റെ കാര്യത്തെ സംബന്ധിച്ചായിരുന്നു. ഇന്നിപ്പോ വൈകുന്നേരം ചർച്ച മാറ്റിയില്ലേ, 1 മണിക്കൂർ മുമ്പ് ചർച്ച മാറ്റി. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? അതിലേക്ക് മാധ്യമങ്ങൾ, അഭിലാഷിനോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, അഭിലാഷ് ഉൾപ്പെടെയുള്ള മാധ്യമ സമൂഹത്തോട്, നിങ്ങൾ 10 ദിവസം ഈ ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ വിശ്വസിക്കാതെ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഇവരെല്ലാം അകത്ത് കയറും. 10 അവർക്ക് ആവശ്യം ചർച്ചകൾ വഴിമാറ്റുക എന്നുള്ളതാണ്. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. പേരാമ്പ്രയിൽ നടന്ന ആക്രമണത്തിൽ പ്രേംകുമാർ മുന്നോട്ട് വെച്ച വാദം എന്തായിരുന്നു? പ്രേംകുമാർ മുന്നോട്ട് വെച്ച വാദം അതിനകത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഷാഫിയെ ആക്രമിച്ചു എന്നുള്ള നിലയ്ക്കല്ലേ? ട്രോളുകളായിട്ടൊക്കെ പോസ്റ്റ് ഇട്ടല്ലോ. എന്താ ഉറക്കം വരുന്നു. അവിടുത്തെ CPM മുഴുവൻ എടുത്ത നിലപാട് ഷാഫിയെ ആക്രമിച്ചത് CPM പോലീസ് അല്ല, യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നല്ലേ? മഷിയൊടിച്ചതാണെന്ന് ഇവർ പറഞ്ഞില്ലേ, മന്ത്രിമാര് മുതൽ. അവസാനം അവിടുത്തെ SP വളരെ കൃത്യമായിട്ട് പറയുന്നു, ഗൂഢാലോചനയോടുകൂടി പോലീസിനകത്ത് നിന്ന് ഷാഫിയെ മാത്രം ലക്ഷ്യമിട്ട് ലാത്തി കൊണ്ടടിച്ചു ഇല്ലേ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. നാളെ ഉളുപ്പുണ്ടെങ്കിൽ പ്രേംകുമാർ ഇവിടെ നിന്ന് പറയുമോ? അപ്പൊ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ, ഇത്തരത്തിലുള്ള ഈ അജണ്ട മാറ്റൽ എല്ലാം ഉണ്ട്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഈ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് വേണ്ടി കേരളത്തിന്റെ നികുതി പണമെടുത്ത് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോവുകയാണ്. നിർമ്മലാ സീതാരാമനായിട്ട് കൂടിക്കാഴ്ച നടത്തി. എപ്പോഴെല്ലാം ഒരു അന്വേഷണം തുടങ്ങുന്നോ ആ അന്വേഷണം തുടങ്ങുന്നതിന് ശേഷം മുഖ്യമന്ത്രി ഡൽഹി യാത്ര നടത്തും. ആ കൂടിക്കാഴ്ചയിൽ സംസാരിച്ച വിഷയം എന്തായിരുന്നു, അതിൽ നിന്നുള്ള ഔട്ട്കം എന്തായിരുന്നു എന്നുള്ള പറയാമോ? എല്ലാരും വിളിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.